blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ബ്ലെസ്സിങ് ടുഡേയുടെ ഇതിനു മുമ്പിലുള്ള എപ്പിസോഡുകളിൽ നൂറുകണക്കിന് എപ്പിസോഡുകൾ അനേകർ മുന്നിലേക്ക് വന്ന് സ്പോൺസർ ചെയ്തു. അവരോടുള്ള പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, നാസിക്കിൽ നിന്നുള്ള വെൽവിഷർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ 60ാമത്തെ ജന്മദിനം ഇന്ന് ആഘോഷിക്കുകയാണല്ലോ കർത്താവെ. അങ്ങയുടെ നാമത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ തൻ്റെ മേൽ വന്ന് നിറയട്ടെ. 2 മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം കണ്ടുവച്ചുള്ള ജീവിത പങ്കാളികൾ ചേർന്ന് വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൂടാതെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. മധ്യപ്രദേശിലെ വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തനിക്ക് കർത്താവെ നല്ല ഒരു ഭവനം നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരിൽ ഓരോരുത്തരും എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യമാകാനായി പ്രാർത്ഥിക്കുന്നു. ചെന്നൈയിൽ നിന്നുള്ള അഞ്ജിതയ്ക്കായി പ്രാർത്ഥിക്കുന്നു. തനിക്ക് നല്ലൊരു ജോലി നൽകണമേ. 2 മക്കൾക്കായി, ആൺമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം നൽകണമേ. കൂടാതെ അവരുടെ സ്വഭാവത്തിലും കർത്താവിൻ്റെ കരം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. പൂനെയിൽ നിന്നുള്ള ജോയ് ജോർജിനായി പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിൽ ഒരു വലിയ പുരോഗതി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. തന്നെ എല്ലാ നിലകളിലും അനുഗ്രഹിക്കണമേ. കുടുംബാംഗങ്ങളെ മുഴുവൻ തിരുനാമത്തിൽ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് നമുക്ക് ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിലേക്ക് പോകാം. ഈ മിറക്കിൾസ് ടുഡേ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. വിശ്വാസം വർദ്ധിക്കുമ്പോൾ നിങ്ങളും കർത്താവിൽ നിന്ന് അതിനേക്കാൾ വലുത് പ്രാപിച്ചെടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സഹോദരന്റെ പേര് ഷാജി എന്നാണ്. ഷാജി. ഇവർ വരാപ്പുഴയിൽ നിന്നാണ് വരുന്നത്. വരാപ്പുഴ. ഈ സഹോദരന്റെ മൂത്ത മകൾ ഡെൽഫിയയുടെ ഒരു സാക്ഷിയായിരുന്നു. ഓക്കെ. ഈ മകൾ 5ാം ക്ലാസ് പഠിക്കുന്ന സമയം മുതൽ സ്കൂളിലേക്ക് സൈക്കിൾ ചവിട്ടിയാണ് പോയിക്കൊണ്ടിരുന്നത്. ഏകദേശം 1 കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടണമായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ സൈക്കിൾ ചവിട്ടി പോയതുകൊണ്ട് 7ാം ക്ലാസ്സിൽ ഫൈനൽ എക്സാമിനേഷന്റെ സമയത്തോടനുബന്ധിച്ച് ആ സമയമായപ്പോഴേക്കും ഈ കുഞ്ഞിന് സൈക്കിൾ ചവിട്ടാൻ പറ്റാത്തൊരവസ്ഥയിലായി. കുഞ്ഞിന്റെ നടുവല്ലാത്ത വേദന വന്നു. ഒത്തിരി ചവിട്ടിയോണ്ട് നടുവിന് ഭയങ്കര വേദന വന്നു. പതിവായിട്ട് കാണിക്കാറുള്ള ഹോമിയോ ഡോക്ടർ ഇവർ കൊണ്ട് കാണിച്ചു. ഡോക്ടർ എന്തൊക്കെയോ പെയിൻ കില്ലറും കാര്യങ്ങളൊക്കെ കൊടുത്തു വിട്ടു. അതിനും വേദന മാറിയില്ല. വീണ്ടും ഈ കുഞ്ഞിനെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു. എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു വെച്ചാൽ ഈ കുഞ്ഞിന്റെ വെർട്ടിബ്രൽ കോളത്തിന്റെ ഏറ്റവും എൻഡിൽ, അതായത് നടുവിന്റെ നട്ടെല്ലിന്റെ ഏറ്റവും അടിഭാഗത്തുള്ള എല്ല്, സാധാരണ എല്ലാ മനുഷ്യർക്കും അത് ഫ്ലെക്സിബിൾ ആയിരിക്കും. നടക്കുവാനും ഇരിക്കുവാനും അത് വഴങ്ങി കൊടുക്കും. ഈ കുഞ്ഞിന്റെ ആ ഭാഗത്ത് വഴങ്ങി കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ കുഞ്ഞിന്റെ ബട്ടക്സ് നിലത്ത് കുത്താത്ത വിധം കുഞ്ഞിനെ ഇരിക്കാൻ വേണ്ടുന്ന ഒരു സൗകര്യം സജ്ജീകരണം ചെയ്തു കൊടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നാലേ വേദന മാറത്തുള്ളൂ. ഈ കുഞ്ഞിന് പരിഹാരമൊന്നും പറഞ്ഞില്ല ഡോക്ടർ. വേറെ ഒന്നുമില്ല, പെയിൻ കില്ലർ കൊടുത്തു വിട്ടു. കുഞ്ഞ് വീട്ടിൽ വന്നാൽ ഇരിക്കത്തില്ല, കിടക്കൽ മാത്രമേ ഉള്ളൂ. കാരണം ഇരിക്കുമ്പോൾ അപ്പൊ വേദനയാണ്. കുഞ്ഞിന് ക്ലാസ്സിൽ പോകാനായിട്ട് ഫൈനൽ എക്സാം ആയതുകൊണ്ട് ക്ലാസ്സിൽ പോകാനായിട്ട് പ്രത്യേകം സ്കൂളിലൊക്കെ പോയാലും ഇരിക്കാൻ പറ്റത്തില്ല. ഒരു ഭാഗം ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ സൈഡ് തിരിഞ്ഞാണ് ഈ കുഞ്ഞിരിക്കാറുള്ളത്. അത് വല്ലാത്തൊരു വേദനയായിരുന്നു. ഈ കുഞ്ഞിന് പ്രത്യേകിച്ച് സ്കൂളിൽ പോകാനായിട്ട് പിന്നെ ഒരു ഓട്ടോറിക്ഷ ഏർപ്പാട് ചെയ്ത് കൊടുത്തു. ഈ ഓട്ടോറിക്ഷയിൽ പോകുമ്പോഴും ഒരു വശം പൊക്കി പിടിച്ചിട്ട് വേണം അതിലിരിക്കാനായിട്ട്. വല്ലാത്തൊരവസ്ഥ. അപ്പോൾ ഡോക്ടർ പ്രത്യേകം ഒരു റിങ് പോലത്തെ ഒരു സീറ്റാണ് ഉണ്ടാക്കിയത്. നടുഭാഗം കുഴിഞ്ഞിരിക്കും. അപ്പോൾ ബട്ടക്സ് താഴ്ത്ത് മുട്ടാത്ത രീതിയിലായിരുന്നു ഇരുന്നത്. ഈ കഴിഞ്ഞ ഫൈനൽ എക്സാം നടക്കുന്നതിനിടയിൽ 10ാം ക്ലാസ്സിൻ്റെ മോഡൽ എക്സാമിനേഷന് ഒരു 2 വീക്ക് ഇവർക്ക് ഹോളിഡേ കിട്ടി. ഈ സമയത്ത് ഈ കുഞ്ഞ് പറവൂരുള്ള നമ്മുടെ ബ്ലെസ്സിങ് സെന്ററിൽ പോയി പ്രാർത്ഥിച്ചു. അവിടെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ശുശ്രൂഷകൻ ഈ കുഞ്ഞിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയുന്നത് ഈ കുഞ്ഞ് പറഞ്ഞാൽ എനിക്ക് അതുവരെ ഉണ്ടാകാത്ത ഒരു വലിയൊരു റിലീഫ് അന്ന് മുതൽ ഉണ്ടായി.
അന്ന് മുതൽ ഈ കുഞ്ഞിന് വേദന അനുഭവിച്ചിട്ടില്ല. ഇന്ന് 3 മാസമായി ഈ കുഞ്ഞിന് നടക്കാം, ഈ കുഞ്ഞിന് ഇരിക്കാം, ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാം, എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം, യാതൊരുവിധ പ്രശ്നവും പ്രയാസവുമില്ല. ഈ കുഞ്ഞ് പറഞ്ഞു, എന്നെ യേശു കർത്താവ് അന്ന് ഇറങ്ങി വന്ന് തൊട്ടു, പൂർണ്ണമായി സൗഖ്യം ലഭിച്ചു. കൈകൾ അടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാൻ തുടങ്ങിയാലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോളെ, ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? സത്യമാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല. ഇരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു പ്രശ്നവുമില്ല. സ്കൂളിൽ പോകുന്നതിന് ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. കർത്താവ് സൗഖ്യം. അപ്പച്ചൻ എന്താ പറയാനുള്ളത്? ഒരു മാസമായിട്ട് സൈക്കിളിൽ തന്നെയാണ് പോകുന്നത്. ഒരു മാസമായിട്ട് വീണ്ടും സൈക്കിളിൽ തന്നെയാണ് പോകുന്നത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ, നമ്മുടെ യേശു നല്ലവനാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം ഇന്നും തുടരുകയാണ്. ഇന്നത്തെ ഈ ഭാഗം പ്രത്യേകിച്ച് നിങ്ങളോട് കർത്താവ് അതിലൂടെ സംസാരിക്കും. മറക്കരുത്, നിങ്ങളുടെ ബൈബിൾ, നോട്ട്ബുക്ക്, പേന എല്ലാം എടുത്തു വെച്ച് റെഡിയായി. ഇതിലൂടെ ലഭിക്കുന്ന പുതിയ അറിവുകൾ, പുതിയ വെളിപ്പാടുകൾ, അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുകയും തുടർന്നും നിങ്ങളത് വായിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുക. ലെറ്റ്സ് ഗോ ടു സ്റ്റഡി ഓൺ ദ ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ്. Verse number 6, being confident of this, that he who began a good work in you will carry it on to completion until the day of Christ Jesus. ആറാമത്തെ വചനം, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തു യേശുവിന്റെ നാൾ വരെ അത് തുടരുമെന്നും പൂർത്തിയാക്കുമെന്നും ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. I love this verse. ഞാൻ ഈ വചനത്തെ വളരെയധികം സ്നേഹിക്കുന്നു. I love this verse. ഈ Let me വചനത്തെ tell you. ഞാൻ എന്തുകൊണ്ട് സ്നേഹിക്കുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. Hallelujah. Hallelujah. Because Paul says, he who began. Who began? God began. He who began a good work in you will carry it on to completion until the day of Christ Jesus. പൗലോസ് ഇവിടെ പറയുകയാണ്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ എന്നുള്ളത് കർത്താവാണ്, ദൈവമാണ്. നിങ്ങളിൽ ആ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ദൈവം ക്രിസ്തു യേശുവിന്റെ നാൾ വരെ, കർത്താവിന്റെ അവസാന നാൾ വരെ അത് തുടരുമെന്നും പൂർത്തിയാക്കുമെന്നും ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. God has a spirit of a finisher. ദൈവത്തിന് പൂർത്തിയാക്കുന്ന ഒരു ആത്മാവുള്ളവനാണ്. What God begins, he will finish. ദൈവം എന്തെങ്കിലും തുടങ്ങിയാൽ അവൻ അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. He will stick to the course. അവൻ ആ ലക്ഷ്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവനായിരിക്കും. Usually I say like this, God is not a God of abandoned projects. ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, ദൈവം എന്നുള്ളത് ഒരിക്കലും ഉപേക്ഷിക്കപ്പെട്ട പദ്ധതികളുടെ അല്ലെങ്കിൽ പ്രോജക്റ്റുകളുടെ ദൈവമല്ല. So many organizations, so many things, so many factories, they start a project and in between they think that is not good, so they just abandon it. ഒത്തിരി ആളുകൾ, ഒത്തിരി കമ്പനികൾ, ഒത്തിരി പ്രസ്ഥാനങ്ങൾ പല കാര്യങ്ങളും അവരുടെ തുടങ്ങി വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേന് അവർക്ക് മനസ്സിലാകും ഇത് ശരിയാകില്ല എന്ന് പറഞ്ഞിട്ട് അവരത് ഇടയ്ക്ക് വെച്ച് പാതി വഴിയിൽ ഉപേക്ഷിച്ച് കളയാറുണ്ട്. God is not like that. ദൈവം ഒരിക്കലും പാതി വഴിയിൽ ഉപേക്ഷിച്ച് കളയുന്നവനല്ല. Primarily, this is the redemption project of God. പ്രധാനമായിട്ടും ആദ്യമായിട്ട് ഇത് ദൈവത്തിന്റെ ഒരു വീണ്ടെടുപ്പിന്റെ പദ്ധതിയാണിത്. The redemption project that God has begun in you, that good work, God will not let go unfinished. ഓർക്കുക, നിങ്ങളിൽ ദൈവം തുടങ്ങിയ ആദ്യ പ്രവൃത്തി എന്നുള്ളത് വീണ്ടെടുപ്പിന്റെ പദ്ധതിയാണ്. ആ ദൈവം ഇട്ട ആ വീണ്ടെടുപ്പിന്റെ പദ്ധതി അത് അവസാന നാളുവരെ ദൈവം അതിനെ സൂക്ഷിക്കും. Hallelujah. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാൽ Only thing is that we have to cooperate
cooperate with him. അതിനുവേണ്ടി ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നാം ദൈവത്തോടു കൂടെ സഹകരിക്കുകയാണ് വേണ്ടത്. That's all. അത് മാത്രം മതി. The rest of the things he will do. അതിനപ്പുറമുള്ള എല്ലാ കാര്യങ്ങളും അവൻ നമുക്ക് വേണ്ടി ചെയ്തുകൊള്ളും. He will finish the sanctification work in you. അവൻ നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധീകരണത്തിന്റെ പ്രവൃത്തികളെ അവൻ നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കും. He will finish the ministry work in you. നമ്മുടെ ജീവിതത്തിലെ ശുശ്രൂഷയുടെ പ്രവൃത്തികളെ അവൻ നമ്മളിൽ പൂർത്തിയാക്കും. He will finish the evangelization work in us. നമ്മുടെ ഇടയിലുള്ള സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ അവൻ പൂർത്തിയാക്കും. He will finish what he have started by അവൻ God. ദൈവത്തിൽ നിന്ന് എന്താണോ തുടങ്ങിയിട്ടുള്ളത്, നാം എന്താണോ തുടങ്ങിയിട്ടുള്ളത് അതെല്ലാം പൂർത്തിയാക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. He will finish all the good works he has started in us. നമ്മുടെ അകത്ത് ദൈവം നമ്മളിലൂടെ ചെയ്തു വെച്ചിട്ടുള്ള സകല നന്മ പ്രവൃത്തികൾ പൂർത്തിയാക്കുവാൻ ശക്തിയുള്ളവനാണ് അവൻ. This is because he is Alpha and Omega. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവൻ ആൽഫയാണ്, അവൻ ഒമേഗയാണ്. He is the beginning and the end. ഓർക്കുക, അവൻ തുടക്കവുമാണ്, അവൻ അതിന്റെ അവസാനവുമാണ്. Hallelujah. ചേർന്ന് ഹല്ലേലൂയ In the പറഞ്ഞാലും beginning he is there, ആദിയിൽ അവൻ ഉണ്ടായിരുന്നു, and in the end he'll be there. ഓർക്കുക അവസാനത്തിലും അവൻ ഉണ്ടായിരിക്കും. If God started the salvation work in you, ദൈവം രക്ഷയുടെ പ്രവൃത്തി നിങ്ങളിൽ തുടങ്ങി വെച്ചെങ്കിൽ he will finish it. അവൻ അത് പൂർത്തിയാക്കുക തന്നെ It ചെയ്യും. is guaranteed. അത് ഉറപ്പുള്ള കാര്യമാണ്. If you believe that, shout hallelujah. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ രക്ഷയുടെ ഉറപ്പോടെ ഒരു ഹല്ലേലൂയ പറയാമോ? Hallelujah. ശബ്ദമുയർത്തി. Now we are passing on to verse 7. ഇനി 7ാമത്തെ വചനത്തിലൂടെ നാം കടന്നു പോകാൻ പോകുകയാണ്. It is right for me to feel this way about all of you, since I have you in my heart. For whether I am in chains or defending and confirming the gospel, all of you share in God's grace with me. 7ാമത്തെ വചനത്തിൽ എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിനു വേണ്ടിയുള്ള പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും എന്നോടൊപ്പം ദൈവകൃപയിൽ പങ്കാളികളായ നിങ്ങളെയെല്ലാം ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുകയാൽ നിങ്ങളെ എല്ലാവരെ പറ്റിയും അങ്ങനെ ചിന്തിക്കുന്നത് യുക്തമാണല്ലോ. Paul says, I have you in my heart. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെയെല്ലാം എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു. This is what is called an apostolic heart. ഇതിനെയാണ് അപ്പസ്തോലിക ഹൃദയം എന്ന് വിളിക്കപ്പെടുന്നത്. A fatherly heart. ഒരു പിതാവിന്റെ ഹൃദയം എന്നുള്ളത്, A motherly heart. ഒരു അമ്മയുടെ ഹൃദയം When എന്നുള്ളത്. Paul was writing his letter to Thessalonica, ഇപ്പോൾ പൗലോസ് തെസ്സലോനിയിലുള്ള വിശ്വാസികൾക്ക് ഒരു കത്ത് എഴുതുമ്പോൾ he was saying, like a mother, like a father, we were among you. അവിടെ പൗലോസ് പറയുകയാണ്, ഒരു പിതാവിനെ പോലെ ഒരു മാതാവിനെ പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. Hallelujah. ഹല്ലേലൂയ. He had that heart. അവന് അത്തരം ഒരു ഹൃദയ വിശാലതയുള്ളവനായിരുന്നു. Speaking to all the ministers, ഞാൻ എല്ലാ ശുശ്രൂഷകന്മാരോടുമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. let's have that kind of a heart. നമുക്ക് എല്ലാവർക്കും ഇത്തരം ഒരു ഹൃദയ വിശാലത നമുക്കുണ്ടായിരിക്കണം. Carry the people of God in our heart. എല്ലാ പ്രിയപ്പെട്ടവരെയും നമ്മുടെ ഹൃദയങ്ങളിൽ ജനത്തെ വഹിക്കുവാനുള്ള ഒരു ഹൃദയം, Fatherly, motherly heart. ഒരു പിതാവിന്റെയും ഒരു മാതാവിന്റെയും തുല്യമായ ഒരു ഹൃദയ വിശാലത നമുക്കുണ്ടാകണം. Hallelujah. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാലും. When I am preaching this, you can pray to God, Lord, give me that kind of a heart. ഞാൻ ഇപ്പോൾ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഹൃദയം ഉണ്ടാകാൻ വേണ്ടി ഹൃദയത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. And Paul says, whether in chains or defending, I am confident of this. എന്ന് മാത്രമല്ല പൗലോസ് പറയുകയാണ്, ഞാൻ ബന്ധനത്തിൽ ഇരുന്നാലും പ്രതിവാദത്തിൽ ഇരുന്നാലും ഈ കാര്യത്തിൽ എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ട്. Sometimes he was in chains. ചില സമയങ്ങളിൽ പൗലോസ് ബന്ധനത്തിലായിരുന്നു. Sometimes he was presented before the court and he was defending. ചില സമയങ്ങളിലെല്ലാം വാദത്തിന് വേണ്ടിയിട്ട് അവനെ കോടതി മുൻപാകെ നിർത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. But always he was carrying the people of God in his heart. എന്നാൽ എല്ലായ്പ്പോഴും ബന്ധനത്തിലിരിക്കുമ്പോഴും പ്രതിവാദത്തിലിരിക്കുമ്പോഴും എല്ലായ്പ്പോഴും ജനങ്ങളെ തന്റെ ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് അവൻ നടന്നിരുന്നു. No holiday. അവന് ഒരു ഹോളിഡേ ഇല്ലായിരുന്നു, No leave. അവന് ലീവില്ലായിരുന്നു. He was always carrying people of God in his heart.
ഓർക്കുക, അവൻ എല്ലായ്പ്പോഴും ദൈവജനത്തെ തന്റെ ഹൃദയത്തിൽ വഹിച്ചിരുന്നു. Hallelujah. ഹല്ലേലൂയ. Sometimes when we have hectic days in ministry and life, ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ വളരെ ക്ലേശിക്കപ്പെടുന്ന തിരക്കുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. these verses really help us. ഈ വചനങ്ങൾ ഇത് വളരെയധികം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. Hallelujah. ഹല്ലേലൂയ. Do you know why? എന്തുകൊണ്ടെന്നറിയാമോ? In Paul's case, he had no holiday, no relaxation, nothing was there. പൗലോസിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഹോളിഡേയ്സ് ഇല്ലായിരുന്നു, അദ്ദേഹത്തിന് ലീവ് ഇല്ലായിരുന്നു, അദ്ദേഹത്തിന് സമയം മറ്റ് എൻജോയ്മെന്റിന് വേണ്ടി ചെലവഴിക്കാൻ സമയമില്ലായിരുന്നു. Hallelujah. ഹല്ലേലൂയ. We can also follow this example. നമുക്കും ഈ മാതൃക പിന്തുടരാനായിട്ട് Let's സാധിക്കും. not waste any single moment in our life. നമ്മുടെ ജീവിതത്തിലെ ഒരു നിമിഷം പോലും തള്ളിക്കളയരുത്, ഒഴിവാക്കി കളയരുത്, വേസ്റ്റ് ചെയ്യരുത്. We should be always active for Christ. എല്ലായ്പ്പോഴും ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തന നിരതരായി നാം മാറേണ്ട ആവശ്യമുണ്ട്. And whether in chains or whether defending, it was all for confirming the gospel. എല്ലായ്പ്പോഴും ഓർക്കുക, ബന്ധനത്തിലാണെങ്കിലും പ്രതിവാദത്തിലാണെങ്കിലും സുവിശേഷത്തിന്റെ സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ടാണ് പൗലോസ് അങ്ങനെയായിരിക്കുന്നത്. It is our duty to confirm the gospel. അതുകൊണ്ട് ഓർക്കുക, സുവിശേഷം സ്ഥിരീകരിക്കുക, പ്രസംഗിക്കുക എന്നുള്ളത് ഇന്ന് നമ്മുടെ ഉത്തരവാദിത്തമാണ്. The gospel is given to us. സുവിശേഷം നമുക്കായി നൽകപ്പെട്ടിരിക്കുന്നു, That is free. അത് സൗജന്യമാണ്. But it's our responsibility to confirm the gospel. എന്നാൽ ഈ സുവിശേഷത്തെ ഉറപ്പാക്കേണ്ടത്, സ്ഥിരീകരിക്കേണ്ടത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. It is through our life and ministry that we should confirm the gospel. നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ ശുശ്രൂഷയിലൂടെ, നമ്മുടെ പ്രവർത്തികളിലൂടെ ഈ സുവിശേഷത്തെ ദേശമെങ്ങും എല്ലായിടത്തും നാം ഉറപ്പാക്കണം, സ്ഥിരീകരിക്കണം. Then in that verse Paul says, you are sharing God's grace with me. എന്ന് മാത്രമല്ല പൗലോസ് അവിടെ പറയുകയാണ്, നിങ്ങൾ എന്നോടൊപ്പം ദൈവകൃപയിൽ പങ്കാളികളായിരിക്കുന്നു. That is something great. അത് വളരെ വളരെ മഹത്തായ ഒരു കാര്യമാണ്. See, Paul says you are partners with me. പൗലോസ് ഇവിടെ പറയുന്നു, നിങ്ങൾ എൻ്റെ പങ്കാളികളാണ്. Because you have invested in this God's business. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ദൈവത്തിന്റെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ചില കാര്യങ്ങൾ വിതച്ചിട്ടുള്ളത് കൊണ്ട്, നിങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ ഇതിൽ പങ്കാളികളാണ്. Hallelujah. ഹല്ലേലൂയ. If so, you are sharing the grace on my life with me. ഇത് കാണിക്കുന്നത് നിങ്ങൾ എന്നോടൊപ്പം ദൈവകൃപയിലും പങ്കാളികളായി തീർന്നിരിക്കുന്നു എന്നതാണ്. This is called partnership privilege. ഇതിനെയാണ് പങ്കാളിത്ത ഭാഗ്യം എന്ന് പറയുന്നത്. Yes. Hallelujah. ഹല്ലേലൂയ. Partners share everything. ഓർക്കുക, പങ്കാളികൾ അവർക്കുള്ള സകലതും പങ്കുവെക്കുകയാണ്. Do you really understand what this is? ഇത് എന്താണെന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? Paul had a great grace working through him. ഓർക്കുക, പൗലോസിന്റെ മേൽ ഒരു വലിയ ദൈവകൃപ പ്രവർത്തിക്കുന്നുണ്ട്. He had a great anointing. അദ്ദേഹത്തിന്റെ മേൽ ഒരു വലിയ അഭിഷേകം ഒഴുകുന്നുണ്ട്. A great glory was settling down on him. ഒരു വലിയ തേജസ് അദ്ദേഹത്തിന്റെ മുകളിൽ വന്ന് നിൽക്കുകയാണ്, അദ്ദേഹത്തിന്റെ മേൽ He ഇറങ്ങിയിരിക്കുകയാണ്. had the riches of revelations of God. ദൈവത്തിന്റെ വെളിപ്പാടിന്റെ ആധിക്യം, ദൈവിക വെളിപ്പാടിന്റെ മഹാസമ്പത്ത് നിറഞ്ഞിട്ടുള്ളവനാണ് പൗലോസ് എന്ന് പറയുന്ന ഈ അപ്പസ്തോലൻ. Now Paul says, you have a share in that. എന്നിട്ട് അപ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ എന്നോടൊപ്പം പങ്കാളികളായതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ ചില കാര്യങ്ങളിൽ പങ്കുണ്ട്. Oh, that is something special. അത് വളരെ പ്രത്യേകതയുള്ള ചില കാര്യങ്ങളാണ്. If you are partner with this ministry, every blessing that is flowing through this ministry will be yours too. ഓർക്കുക, നിങ്ങൾ ഈ മിനിസ്ട്രിയുടെ ഒരു പങ്കാളിയാണെങ്കിൽ ഈ മിനിസ്ട്രിയിലൂടെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഇതിനകത്തുണ്ട്, ഏതൊക്കെ അഭിഷേകമുണ്ട്, അതിന്റെ എല്ലാത്തിന്റെ പങ്കും ഓഹരിയും നിങ്ങൾക്കുണ്ടായിരിക്കും. If God is healing people through this ministry, and when you partner with this ministry, the same healing anointing will be your share. ഈ മിനിസ്ട്രിയിലൂടെ ഒരു സുവിശേഷത്തിൽ ഒരു രോഗസൗഖ്യത്തിന്റെ കൃപാവരം വെളിപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ പങ്കാളികളാകുമ്പോൾ അതേ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ ഒരു പങ്കാളിയായി തീരുകയാണ്. The presence of God that is going through this ministry will be your share. ഓർക്കുക, ദൈവ സാന്നിധ്യം ഈ മിനിസ്ട്രിയിൽ പകർന്നുകൊണ്ടിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ഒരു പങ്ക് നിങ്ങൾക്കുള്ളതാണെന്ന് മനസ്സിലാക്കുക. Hallelujah. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാൽ This is called partnership
privilege. ഇതിനെയാണ് പങ്കാളിത്ത ഭാഗ്യം എന്ന് വിളിക്കപ്പെടുന്നത്. Let's read verse number 8 now. ഇനി ഇപ്പോൾ 8-ാമത്തെ വചനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് God വായിക്കാം. can testify, how I long for all of you with the affection of Christ Jesus. അവിടെ പറയുകയാണ്, ക്രിസ്തു യേശുവിന്റെ വാത്സല്യത്തോടെ ഞാൻ നിങ്ങളെ എല്ലാം കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം തന്നെ Paul സാക്ഷി. says, I long for all of you. അവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ എത്ര വാഞ്ചിക്കുന്നു. That means they had come to an inseparable relationship. അതിന്റെ അർത്ഥം ഇതാണ്, വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു വലിയ ആത്മബന്ധത്തിൽ ആയി ഇവർ മാറിയിരിക്കുകയാണ്. This is a kind of relationship we should have between ministers and believers. ഓർക്കുക, ഇത്തരം വിട്ടുപിരിയാൻ സാധിക്കാത്ത ഒരു ആത്മബന്ധത്തിൽ ക്രിസ്തു യേശു നിമിത്തം ശുശ്രൂഷകരും വിശ്വാസികളും തമ്മിലായി തീരണം. When we have that beautiful relationship, you will never perish. അത്തരം മനോഹരമായിട്ടുള്ള ഒരു വലിയ ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകുകയില്ല. Be connected to a man of God. അതുകൊണ്ട് എല്ലായ്പ്പോഴും ദൈവ പുരുഷനുമായി ബന്ധപ്പെട്ടിരിക്കുക. It will be safe for your life. നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും സുരക്ഷിതത്വമായിരിക്കും ആ ഒരു ബന്ധമുള്ളത്. Hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാൽ, Would you clap your hands to honor the Lord? കൈകൾ അടിച്ചുകൊണ്ട് ദൈവത്തെ ഒന്ന് ബഹുമാനിക്കാമോ? കൈകൾ തട്ടി കർത്താവിനെ സ്തുതിക്കാമോ? Hallelujah. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാൽ, And in verse number 9, Paul says, and this is my prayer, that your love may abound more and more in knowledge and depth of insight. 9-ാമത്തെ വചനം, നിങ്ങളുടെ സ്നേഹം സകല ജ്ഞാനത്തോടും വിവേകത്തോടും അധികം വർദ്ധിച്ചു വരട്ടെ. Hallelujah. ഹല്ലേലൂയ. Paul says the same kind of love you should also have. പൗലോസ് പറയുകയാണ്, ഇതേ സ്നേഹം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. But this love comes through the revelational knowledge. എന്നാൽ ഈ സ്നേഹം വരുന്നത് വെളിപ്പാടിന്റെ പരിജ്ഞാനത്തിലൂടെയാണ്. When we receive more and more revelation and more knowledge, love will also abound in us. നാം കൂടുതൽ വെളിപ്പാടുകൾ പ്രാപിക്കുമ്പോൾ, കൂടുതൽ പരിജ്ഞാനത്താൽ നിറയുമ്പോൾ, ഈ സ്നേഹം നമ്മളിൽ കൂടുതൽ നിറയാനായി തുടങ്ങും. Verse number 10 says, so that you may be able to discern what is best and may be pure and blameless until the day of Christ. 10-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അങ്ങനെ നിങ്ങൾ ഉത്തമ കാര്യം സ്വീകരിക്കുന്നവരായി ക്രിസ്തുവിന്റെ നാളിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി മാറും. Hallelujah. Hallelujah. See something very important here. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ദയവായി ശ്രദ്ധിച്ചാലും, We should be able to discern things. ഇവിടെ എഴുതിയിരിക്കുകയാണ്, കാര്യങ്ങളെ വിവേചിക്കുന്നവരായി നാം മാറണം. Hallelujah. The ability to discern things, good and bad. കാര്യങ്ങളിൽ ഉത്തമ കാര്യം ഏതാണെന്നുള്ളത് തിരിച്ചറിയുന്ന രീതിയിൽ ഒരു വിശ്വാസി വളർന്നു വരണം. In the Garden of Eden, Eve failed to discern the voice of Satan. ഓർക്കുക, ഏദൻ പൂന്തോട്ടത്തിൽ കാര്യങ്ങൾ തിരിച്ചറിയുന്നതിൽ ആ വിവേചനത്തിന്റെ കാര്യത്തിൽ ഹവ്വ പരാജയപ്പെട്ടപ്പോഴാണ് സാത്താന്റെ തന്ത്രങ്ങളിൽ അവൾ കുടുങ്ങിപ്പോയത്. And the whole humanity fell. നിങ്ങൾക്കറിയാം, മുഴുവൻ മനുഷ്യകുലവും വീഴ്ചയ്ക്ക് പാത്രമായി തീർന്നു. This is what we should pray today. അതുകൊണ്ടാണ് നാം ഇന്ന് പ്രാർത്ഥിക്കേണ്ടത്. Hallelujah. Hallelujah. We should pray for more gift of discerning. കൂടുതൽ വിവേചനത്തിന്റെ വരം നമുക്കുണ്ടാകുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയുണ്ട്. Then we will be pure and blameless. അങ്ങനെ വന്നു കഴിയുമ്പോൾ നാം വിശുദ്ധരും നിഷ്കളങ്കരുമായി മാറുകയാണ്. Hallelujah. Hallelujah. That is the ultimate purpose in spiritual life. We should become pure and blameless like Jesus. ഓർക്കുക, ആത്മീക കാര്യങ്ങളിലുള്ള ഏറ്റവും അവസാനത്തെ ലക്ഷ്യം എന്നുള്ളത് ഒരു ക്രിസ്തീയ വിശ്വാസി ദൈവത്തിന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കനും ആയിത്തീരണം എന്നുള്ളതാണ്. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുക, ഞാനും ഉള്ളിൽ വിശ്വസിക്കുന്നു. ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെട്ട് വിശ്വസിച്ചാൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാമെന്ന് വാഗ്ദത്തമുണ്ട്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. വെന്റിലേറ്ററിലായിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. IC യൂണിറ്റിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പല രോഗങ്ങളിൽ പ്രയാസപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ചില മാരക രോഗങ്ങൾ വന്നു എന്നാൽ ചികിത്സിക്കാൻ പോലും പണമില്ല. അങ്ങനെ വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് യേശുവിൻ്റെ വലിയ രോഗസൗഖ്യം
ഇപ്പോൾ വന്ന് ചേരുന്നു. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. ബ്രസ്റ്റിൻ്റെ അകത്ത് ലംബുള്ള ചില സഹോദരിമാരെ കർത്താവ് കാണുന്നു. യേശുവിൻ നാമത്തിൽ ആ ലംബ് പൂർണ്ണമായും അപ്രത്യക്ഷമാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം. അലർജികൾ സൗഖ്യമാകട്ടെ, പ്രത്യേകിച്ച് ഫുഡ് അലർജി യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. വിടുതലുകൾക്കായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. വർഷിപ്പ് യു ഫാദർ. അതുപോലെ അസ്ഥികളുടെ അകത്ത് മജ്ജയിലുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ ക്യാൻസറുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കായി ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് അത്ഭുതകരമായ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ. കർത്താവെ, നിൻ്റെ പ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തുന്നതിനാൽ നന്ദി പറയുന്നു. ഇപ്പോൾ വിശ്വാസത്താൽ ഈ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ TV സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ചുകൊണ്ട് നിങ്ങൾക്കുള്ള അത്ഭുതത്തെ ഇപ്പോൾ പിടിച്ചെടുക്കുക. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഓരോ വ്യക്തികളിലേക്കും വന്നു ചേരട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള ഈ പ്രസിദ്ധീകരണങ്ങൾ ഞാൻ എല്ലാ ദിവസവും പരിചയപ്പെടുത്തുന്നുണ്ട്. കാരണം പുതിയ പുതിയ പലരും ഓരോ ദിവസവും ഈ പ്രോഗ്രാം വാച്ച് ചെയ്യുന്നുണ്ടെന്നറിയാം. എൻ്റെ പ്രാർത്ഥനാ ഡയറിയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്തവർക്ക് നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറുകളിൽ വിളിച്ച് ആവശ്യപ്പെടാം. ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഒത്തിരി അനുഗ്രഹിക്കും. അനേകർക്ക് ഇതിലൂടെയുള്ള മാതൃകാ പ്രാർത്ഥനകൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി അത്ഭുതകരമായ വിടുതലുകൾ ഉണ്ടായതായി സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. യു ക്യാൻ ഓർഡർ ദാറ്റ്. അതുപോലെ തന്നെ ആശിഷമാരി എന്നുള്ള പുസ്തകം നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അതിലൂടെ വചനം കൂടുതൽ പഠിക്കാനും പ്രത്യേകിച്ച് ഒരു ഇന്നർ ഹീലിങ്ങിലൂടെ പോകാനും ഒക്കെ കർത്താവ് അതിലൂടെ സഹായിക്കട്ടെ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളെ നമ്മൾ ഈ വചന സന്ദേശം തുടരുന്നതായിരിക്കും. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.